പാർലറിൽ പോവാതെ തന്നെ നമുക്ക് വീട്ടിൽ കുറച്ച് സമയം മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പാർലറിൽ പോയിട്ട് ചെയ്യുന്ന പല ഫേഷ്യലിനെയും അതേ ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു അടിപൊളി ഫേസ് പാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് എടുക്കുക. ഒന്ന് ഉരുളക്കിഴങ്ങും ഒന്ന് ബീറ്റ്റൂട്ടും. ഇതൊന്ന് ക്യൂബായി അരിഞ്ഞ ശേഷം വെള്ളത്തിലിട്ട് നന്നായി വേവിക്കുക കേട്ടോ. എന്നിട്ട് നമ്മളതൊന്ന് വെള്ളവും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ബീറ്റ്റൂട്ടും ഒന്ന് സെപ്പറേറ്റ് ആക്കി മാറ്റി വയ്ക്കുക. എന്നിട്ട് ചൂടാറിയ ശേഷം ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് പേസ്റ്റാക്കി എടുക്കുക കേട്ടോ, മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ട്. എന്നിട്ട് ഇതുപോലെ കണ്ടോ നല്ലൊരു ഇങ്ങനെ ഒരു ഫ്ലോയി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക കേട്ടോ. നല്ല കളറില്ലേ, കാണുമ്പോൾ നല്ല രസമുണ്ട്, നല്ലൊരു റെഡിഷ് ആയിട്ടുള്ള ഒരു കളർ. അതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യുന്നത് മിൽട്ടാണി മിൽട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആപ്സ് ഗുഡ്നെസ്സിൻ്റെയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡാണോ ഉള്ളത് അത് എടുക്കാം കേട്ടോ. മുൾട്ടാണി മിൽട്ടി ഒരു ക്ലേ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് കൂടുതലും ഓയിൽനെസ് വലിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിന്നുള്ളവർ മുൾട്ടാണി മിൽട്ടി യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഓയിലി സ്കിന്നുള്ളവർക്കാണ് കുറച്ചും കൂടി സ്യൂട്ട് ആവുക. സോ അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ തൈരോ അല്ലെങ്കിൽ പാലോ ചേർക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ പാലായിരുന്നു, അപ്പോൾ ഞാൻ അത് ചേർത്തു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ പൊട്ടറ്റോ ആണെങ്കിലും ബീറ്റ്റൂട്ട് ആണെങ്കിലും ഇത് രണ്ടും നമ്മുടെ സ്കിന്നിന് ഒന്ന് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ ഒരു ഗ്ലോയിങ്ങും വൈറ്റനിങ്ങും ഒക്കെ കിട്ടുന്ന 2 സാധനങ്ങളാട്ടോ. അപ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ മാറ്റി വെച്ചില്ലേ, അത് വേവിക്കാൻ ഉപയോഗിച്ച ആ ഒരു വെള്ളം, അതിൽ ഒരു ടവൽ മുക്കിയിട്ട് ആ ഒരു ചെറിയ ചൂടോടെ ഞാനൊരു അങ്ങനെ ഒന്ന് ഒപ്പിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മളൊരു സ്റ്റീം ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഒപ്പിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ ആ ഒരു വെള്ളം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫേസിലൊന്ന് ഒപ്പിക്കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ നിങ്ങൾ സാധാ വെള്ളം വെച്ചിട്ടാണെങ്കിലും സ്റ്റീം ചെയ്യുന്നതാണ്. നമ്മുടെ പോഴ്സ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ് സ്റ്റീം കൊടുക്കുന്നത്. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും സ്കിന്നും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏത് ഫേഷ്യലാണെങ്കിലും ചെയ്യണതിന് മുമ്പ് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് നിർബന്ധം കേട്ടോ. ഇന്ന് ഞാൻ കുറച്ചധികം പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാരണം എനിക്കൊരു 2-3 പ്രാവശ്യം കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇതാണ് പരിവം. ഈ പാച്ച് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സ്കിന്നും ഓരോ പോലെയാണ്, എല്ലാവരുടെയും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എനിക്ക് മുൾട്ടാണി മിൽട്ടി സ്യൂട്ടാവും എന്ന് കരുതിയിട്ട് വേറൊരാൾക്ക് സ്യൂട്ടാവണമെന്നില്ല. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടാവണം അങ്ങനത്തെ ഫേഷ്യലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഇതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ചൊരു റെഡിഷ് തോന്നുന്നുണ്ട്, പക്ഷെ അത്ര പോലും ഇല്ല കേട്ടോ കളറ്. എനിക്കിങ്ങനെ മിററിൽ നോക്കുമ്പോൾ ഒറ്റ കളറില്ല, ചെറിയൊരു പേസ്റ്റൽ കളർ അത്രേ ഉള്ളൂ. ഇത് ഒരു പ്രാവശ്യം മാത്രം ചെയ്തിട്ട് അയ്യോ ഞാൻ വെളുത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ബ്ലാക്ക് ഹെഡ്സും അറിയില്ല വൈറ്റ് ഹെഡ്സും അറിയില്ല, എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടിയില്ല എന്നൊക്കെ പറയണവൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ ഈ ചെയ്യുന്നത് ഹോം റെമഡീസാണ്. ഇതിൽ നമ്മൾ കെമിക്കലായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഹോം റെമഡീസ് ആകുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അത് നമ്മൾ ഒരു പ്രാവശ്യം മാത്രം ചെയ്ത് പിന്നെ ചെയ്യാതെ വന്നാൽ കിട്ടില്ല. ഒരു 2 ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ചെയ്താലാണ് നമുക്ക് ഒരു വ്യത്യാസം അറിയുള്ളൂ. അതുപോലെ തന്നെ ഏതൊരു ഫേഷ്യൽ ചെയ്താലും ആഫ്റ്റർ അതിന് ടേക്ക് കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ഫേസ് പാക്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് മാറ്റാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ മുൾട്ടാണി മിൽട്ടി ആഡ് ചെയ്തതിൻ്റെ പകരം അത് സ്യൂട്ടാവാത്ത ആൾക്കാരാണെങ്കിൽ അതിൽ കടലമാവ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ നമുക്കിത് ബോഡി മൊത്തത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കയ്യിലും കൂടി ആഡ് ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഈ പൊട്ടറ്റോ ആഡ് ചെയ്ത കാരണം ചെറിയൊരു ഇങ്ങനെ ഒട്ടൽ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും ഒരു ഏകദേശം 20 മിനിറ്റ്സ് വരെ ഞാൻ വെക്കാറുള്ളൂ. ഇനി ഡ്രൈ ആയാലും ഇല്ലെങ്കിലും ഒരു സെമി ഡ്രൈ ആവുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്നിങ്ങനെ സ്വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ചെറുതായിട്ടൊരു സ്റ്റിക്കി ടൈപ്പ് ആയത് കാരണം നമുക്കിങ്ങനെ ഒരു വഴുവഴുപ്പ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ടാണ് മൊത്തത്തിലൊന്ന് വാഷ് ഔട്ട് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ എല്ലാവരും വീക്കിലി വൺസ് വെച്ചിട്ട് 2 ആഴ്ച ചെയ്തു നോക്കുക. റിസൾട്ട് എന്തായാലും ഉറപ്പാണ്. നമ്മൾ ഫേഷ്യൽ ചെയ്ത ശേഷം മോയ്സ്ചറൈസർ ആസ് യൂഷ്വൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരും. അതുവരെയ്ക്കും ബൈ, സീ യു ഓൾ, ടേക്ക് കെയർ.